ചെമ്പ് ചുമന്നു കൊണ്ടുപോയവൻ വിയർപ്പിൽ കുളിച്ച് ആ മഖാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മായെ ഒന്ന് നോക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂരാ, എന്റെ ഉപ്പാക്ക് സുഖമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂരാന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന മഹാനാണ് വല്യാപ്പ എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. വല്യാപ്പ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവസാനിച്ചു. മക്കാം ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ സംഭവമാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു എല്ലാം. മഅദല്ലാഹ്, എത്ര ഗൗരവമേറിയ ഗുരുതരമായ വാക്കുകളാണ് ഈ പറയുന്നത്. ഇതൊക്കെ റഹ്മാനായ റബ്ബ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിന വ ഹബീബിന മുഹമ്മദിൻ വ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ വ അലാ മൻ തബിഅഹും ബി ഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സത്യാന്വേഷികളായ സഹോദരങ്ങളെ, ജനങ്ങളെ ശിർക്കിലേക്ക് ക്ഷണിക്കുന്ന, അല്ലാഹു അല്ലാത്തവരിലേക്ക് ക്ഷണിക്കുന്ന, അല്ലാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ ക്ഷണിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിലുള്ള ഒരു ഉദാഹരണമാണ് ഞാൻ നിങ്ങളെവിടെ കേൾപ്പിക്കാൻ പോകുന്നത്. തൃശ്ശൂർ വരവൂറുള്ള ഒരു മക്കാം, അവിടെ മസ്താനുപ്പാപ്പ എന്ന് പറയുന്ന ഒരാളുടെ മക്കാമാണ്. അവിടെ വർഷം തോറും ആണ്ട് നേർച്ചകൾ നടക്കാറുണ്ട്. ആ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ട് നൗഷാദ് ബാക്കവി എന്ന അറിയപ്പെടുന്ന ഒരു പ്രഭാഷകൻ, ആ വ്യക്തി ജനങ്ങളെ പച്ചയായ ഷിർക്കിലേക്ക് ക്ഷണിക്കുന്ന വാക്കുകൾ, വാചകങ്ങൾ നമുക്ക് കേൾക്കാം. ശ്രദ്ധിക്കുക. ഹിന്ദുക്കള്, മുസ്ലിങ്ങള്, മറ്റു മതത്തിൽപ്പെട്ടവര്, മതമില്ലാത്തവര് എല്ലാവരുമുണ്ട്. എല്ലാവർക്കും വല്യാപ്പ ആശ്രയമാണ്, പ്രതീക്ഷയാണ്, പ്രകാശമാണ്, പ്രാർത്ഥനയാണ്. നോക്കൂ, ഇവിടെ പറഞ്ഞു തുടങ്ങുന്നത് തന്നെ ഹിന്ദുക്കൾക്കും മുസ്ലിമീങ്ങൾക്കും മതമുള്ളവനും ഇല്ലാത്തവനും എല്ലാവർക്കും ആശ്രയം ഈ വല്യാപ്പയാണ് എന്നാണ്. അഥവാ മസ്താനുപ്പാപ്പ, വല്യാപ്പ, കൊച്ചാപ്പ എന്നൊക്കെ പറയുന്നുണ്ട്. ആരാകട്ടെ ഈ മക്കാമിൽ ഉണ്ടെങ്കിൽ തന്നെ ഏതോ കാലത്ത് മരിച്ചു മണ്ണോട് ചേർന്ന ഒരു വ്യക്തിയെക്കുറിച്ച്, ഒരു മനുഷ്യനെക്കുറിച്ചാണ് പറയുന്നത് സകലർക്കും ആശ്രയമാണ് എന്ന്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. മുസ്ലിമീങ്ങൾക്ക് സുപരിചിതമായ അധ്യായമാണ് സൂറത്തുൽ ഇഖ്ലാസ്. സൂറത്തുൽ ഇഖ്ലാസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖുൽ, നബിയെ പറയണം, ഹുവല്ലാഹ്, അവനാകുന്നു അല്ലാഹു അഹദ്, അവൻ ഏകനാണ്, അല്ലാഹു സമദ്, അല്ലാഹു അസ്സമദാണ്. അഥവാ സൃഷ്ടികളഖിലവും ആശ്രയിക്കുന്നത് അല്ലാഹുവിനെയാണ്. എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനും മറ്റുള്ളവരുടെ ആശ്രയം ആവശ്യമില്ലാത്തവനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ അല്ലാഹുവാണ്. എന്നാൽ സൃഷ്ടികളിലേക്ക് അത് ചേർത്ത് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈ മരണപ്പെട്ടു പോയ വല്യാപ്പയാണ്, ഈ മസ്താനുപ്പാപ്പയാണ് ആശ്രയമെന്നാണ് ഈ വ്യക്തി പഠിപ്പിക്കുന്നത്. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫാത്തിറിൽ 15-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ഫഖീറുകളാണ്, ദരിദ്രന്മാരാണ്, ആവശ്യക്കാരാണ്. വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്, സ്തുത്യർഹനും ധന്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. ബാക്കി എല്ലാ മനുഷ്യരും, അവർ എത്ര തന്നെ പണമുള്ളവരാകട്ടെ, എത്ര ഉന്നത സ്ഥാനത്തുള്ളവരാകട്ടെ, അവർ അമ്പിയാക്കളോ മുർസലീങ്ങളോ ആര് തന്നെയാകട്ടെ, എല്ലാവരും അല്ലാഹുവിലേക്കാണ് ആശ്രയിക്കുന്നത്. അല്ലാഹുവാണ് സകലരുടെയും ആശ്രയം. എന്നാൽ ഇതേപോലെയുള്ള ആളുകൾ, ഓരോ നാടുകളും, ആ നാട്ടിലുള്ള ചില ബീവിമാർ, ചില ഹോജമാർ, ചില ഉപ്പാപ്പമാർ, ചില തങ്ങന്മാർ, അവരൊക്കെയാണ് ആ നാട്ടുകാരുടെ ആശ്രയമെന്ന് പറഞ്ഞുകൊണ്ട് മരിച്ചുപോയ ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുവാനും അവരിൽ ഭരമേൽപ്പിക്കുവാനും പ്രേരിപ്പിക്കുകയും ആ നിലക്ക് പ്രസംഗിക്കുകയും ചെയ്യുന്ന ദയനീയമായ അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീണ്ടും ഈ വ്യക്തി പറയുന്നത് ശ്രദ്ധിക്കുക. പാചകം ചെയ്യുന്നവരെയും വിളമ്പിക്കൊടുക്കുന്നവരെയും ചെമ്പ് കൊണ്ടുപോകുന്നവരെയും കണ്ടാൽ നമ്മൾ പറയണം, അൽഹംദുലില്ലാ,
നമ്മുടെ ദുആയേക്കാൾ ചിലപ്പോൾ ആ പാവങ്ങളുടെ ദുആ വല്യപ്പാക്ക് ഇഷ്ടപ്പെടും. അവരെ സിയാറത്ത് വല്യപ്പാക്ക് ഇഷ്ടപ്പെടും. നമ്മൾ അവിടെ പോയി ലക്ഷക്കണക്കിന് ഖുർആനായത്ത് ഓതിയിട്ട് നമ്മളിരുന്ന് കരഞ്ഞ കാര്യം ചിലപ്പോൾ നടക്കൂല. ചെമ്പ് ചുമന്നു കൊണ്ടുപോയവൻ വിയർപ്പിൽ കുളിച്ച് ആ മഖാമിലേക്ക് നോക്കിയിട്ട് എന്റെ ഉമ്മായെ ഒന്ന് നോക്കണം, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂര, എന്റെ ഉപ്പാക്ക് സുഖമില്ല, ഞാൻ 3 ദിവസം കൊണ്ട് വരവൂര എന്ന് പറഞ്ഞാൽ ആ വിളി കേൾക്കുന്ന മഹാനാണ് വല്യാപ്പ എന്ന് അർത്ഥശങ്കക്കിടമില്ലാതെ സഗൗരവം ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കൂ, ഇദ്ദേഹം പറയുന്നത് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് എന്താണ്? ഈ മസ്താനുപ്പാപ്പയോട് പ്രാർത്ഥിക്കാനാണ്. അവിടെ ഈ ഉറൂസിന് വേണ്ടി അധ്വാനിച്ച ആളുകൾ, അവരുടെ പ്രാർത്ഥനയാണ് ഉപ്പാപ്പാക്ക് കൂടുതൽ ഇഷ്ടമായിരിക്കുക, അവരുടെ സിയാറത്താണ് വല്യപ്പാക്ക് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് ആ മഖാമിലേക്ക് നോക്കി വല്യപ്പാനോട് ഞങ്ങളുടെ ഉമ്മമാരെ സംരക്ഷിക്കണം, ഞങ്ങളുടെ ഉപ്പമാരെ സംരക്ഷിക്കണം എന്ന് അവിടേക്ക് നോക്കി അവരോട് ആവശ്യപ്പെട്ടാൽ തീർച്ചയായും ആ വിളി, ആ പ്രാർത്ഥന ആ മഹാൻ കേൾക്കുമെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇവർ വിശ്വസിപ്പിക്കുന്നത് ജനങ്ങളുടെ പ്രാർത്ഥനകൾ, ജനങ്ങളുടെ വിളികൾ, ജനങ്ങളുടെ നൊമ്പരങ്ങൾ അതൊക്കെ ആ മഖാമിൽ മസ്താനുപ്പാപ്പ, മരിച്ചു കിടക്കുന്ന മസ്താനുപ്പാപ്പ കേൾക്കും. അവരുടെ സങ്കടങ്ങൾ മസ്താനുപ്പാപ്പ അറിയും. മസ്താനുപ്പാപ്പാക്ക് അത് വലിയ സന്തോഷമാകും. അവരുടെ പ്രാർത്ഥന കേട്ട് ഈ മസ്താനുപ്പാപ്പ ഉത്തരം നൽകും. എന്നിങ്ങനെ അള്ളാഹു അല്ലാത്തവരോട് സങ്കടം പറയാൻ, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുവാൻ, അതിനാണ് ഇവർ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? സൂറത്തുൻ നഹ്ലിലെ 21-ാമത്തെ ആയത്തിൽ, വല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, അള്ളാഹുവിന് പുറമെ അവർ ആരോടാണോ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, ലാ യഖ്ലുഖൂന ശൈഅൻ വഹും യുഖ്ലഖൂൻ, അവർ ഒന്നും തന്നെ സൃഷ്ടിക്കാത്ത വെറും സൃഷ്ടികൾ മാത്രമാണ്. ആ സൃഷ്ടികളോടാണോ നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുന്നത്? മാത്രമല്ല അംവാതുൻ, അവർ ജീവനില്ലാത്തവരാണ്, മരിച്ചുപോയവരാണ്, നിർജീവമാണ്. ഗൈറു അഹ്യാ, അവർക്ക് ജീവനില്ല. വമാ യശ്ഉറൂന അയ്യാന യുബഅസൂൻ, എന്നാണ് അവർ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് എന്നതുപോലും അവർക്കറിയില്ല. അപ്പോൾ മരണപ്പെട്ടു പോയ ജീവനില്ലാത്ത ആളുകൾക്ക് എന്നാണ് ഖിയാമത്ത് നാൾ എന്ന് പോലും അറിയില്ല. അവർ കേവലം സൃഷ്ടികളാണ്. അവരോടാണോ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നത് എന്നാണ് റബ്ബ് ചോദിക്കുന്നത്. ഈ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതല്ലേ പ്രിയപ്പെട്ടവരെ? മരിച്ചു മറമാടപ്പെട്ട ഖബറുകളിലുള്ള ആളുകളോട്, അവരോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുകയാണ്. അവരറിയും, അതിലൂടെ അവർ സന്തോഷിക്കുന്നുണ്ട്, അവർ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നുണ്ട്, അവർ കേൾക്കുന്നുണ്ട് എന്നൊക്കെയാണ് ഈ ആളുകൾ വിശ്വസിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? സൂറത്തുൽ ജിന്നിലെ 18-ാമത്തെ ആയത്തിൽ, വഅന്നൽ മസാജിദ ലില്ലാ ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, പള്ളികളെല്ലാം അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവിൻ്റെ കൂടെ നിങ്ങൾ മറ്റാരോടും വിളിച്ചു പ്രാർത്ഥിക്കരുത്. ഇവിടെ മസ്ജിദുകളെ സംബന്ധിച്ച് പ്രത്യേകം പറയാനുള്ള കാരണം, പലപ്പോഴും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാനുള്ള കേന്ദ്രങ്ങൾ അതേറ്റവും കൂടുതൽ നിർമ്മിക്കപ്പെടുന്നത് പള്ളിയോട് ചേർത്തിട്ടാണ് എന്നുള്ള ഒരു സങ്കടകരമായ അവസ്ഥ നമ്മുടെ നാടുകളിലുണ്ട്. റഹ്മാനായ റബ്ബ് പറയുകയാണ്, ആ പള്ളികളിൽ വെച്ച് നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കരുത്. എന്നാൽ സങ്കടകരമെന്ന് പറയട്ടെ, ആ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള നേർച്ചകളിൽ, ഉറൂസുകളിൽ, അവിടെയുള്ള മഖാമുകളിൽ, അവിടെയുള്ള ജാറങ്ങളിൽ അള്ളാഹു അല്ലാത്തവരോട് സങ്കടം പറയുന്ന, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാൻ വേണ്ടി അള്ളാഹു പറഞ്ഞതെന്താണ്? ഖുൽ, നബിയെ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, വലാ ഉശ്രികു ബിഹി അഹദ, അവനിൽ ഞാൻ മറ്റാരെയും പങ്കു ചേർക്കുകയില്ല. എന്നാൽ ഈ വ്യക്തി പറയുന്നത്, അള്ളാഹു അല്ലാത്ത ഈ മസ്താനുപ്പാപ്പയോട് നിങ്ങളുടെ ഉമ്മയെ സംരക്ഷിക്കാൻ, ഉപ്പയെ സംരക്ഷിക്കാൻ, അതേപോലെയുള്ള സങ്കടങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന മഹാനാണ് എന്നാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വല്ലദീന തദ്ഊന മിൻ ദൂനിഹി, അള്ളാഹുവിന് പുറമെ നിങ്ങൾ ആരെയാണോ വിളിക്കുന്നത്, മാ യംലികൂന മിൻ ഖിത്മീർ, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും അവർ ഉടമപ്പെടുത്തുന്നില്ല. ഇൻ തദ്ഊഹും ലാ യസ്മഉ ദുആഅക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ നിങ്ങളുടെ ദുആ അവർ കേൾക്കൂല. വലൗ സമിഉ മസ്തജാബു ലക്കും, ഇനി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ നിങ്ങൾക്ക് ഉത്തരം നൽകുകയില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങൾ ചെയ്ത ഈ ഷിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അള്ളാഹുവിനെ പോലെ ഈ നിലക്ക് നിങ്ങൾക്ക് സൂക്ഷ്മമായ വിവരം തരാൻ വേറെ ആരുമില്ല. അപ്പോൾ മരിച്ചവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത്, സൃഷ്ടികളുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അള്ളാഹുവിനാണ് അറിയുന്നത്. ആ അള്ളാഹു പറയുന്നു, ഒരു ഈത്തപ്പഴക്കുരുവിൻ്റെ പാട പോലും അവർ നിങ്ങൾക്ക് ഉടമപ്പെടുത്തി തരികയില്ല. നിങ്ങൾ അവരെ വിളിച്ച് ദുആ ചെയ്തിട്ട് കാര്യമില്ല, ആ ദുആക്ക് അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല. സൂറത്തുൽ അഹ്ഖാഫിലെ 5-ാമത്തെ ആയത്തിലും അള്ളാഹു പറയുന്നത്, വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹി മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. ഖിയാമത്ത് നാൾ വരെ ഉത്തരം നൽകാത്ത ആളുകളെ,
വിളിച്ചു പ്രാർത്ഥിക്കുന്നവരെക്കാൾ വഴിപിഴച്ചവർ വേറെ ആരാണ് ഉള്ളത്? നിങ്ങളുടെ ദുആയെക്കുറിച്ച് വിളിച്ചു പ്രാർത്ഥനയെ സംബന്ധിച്ച് അവർ അശ്രദ്ധരാണ്, അവർ അറിയുന്നില്ല, അവർക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. എന്നാൽ ഈ ആളുകൾ ഇതേപോലെയുള്ള വല്യാപ്പമാരെന്ന് പേരിട്ട്, ബീവിമാരെന്ന് പേരിട്ട്, തങ്ങന്മാരെന്ന് പേരിട്ട്, ഷെയ്ഖുമാരെന്ന് പേരിട്ട് സൃഷ്ടികളെ വിളിച്ചു പ്രാർത്ഥിക്കാനും അവരോട് സങ്കടങ്ങൾ പറയാനുമാണ് ഇവർ പ്രേരിപ്പിക്കുന്നത്. മാത്രമല്ല, ഇനി പറയുന്ന ഗൗരവമേറിയ മറ്റൊരു വാക്ക് ശ്രദ്ധിക്കുക. എല്ലാ വർഷവും ഇത് ഓർമ്മപ്പെടുത്തുന്നത് ചില ആളുകൾക്ക് തോന്നും, നമ്മൾ ഇവിടത്തുകാരല്ലേ, നമുക്ക് വരവൂര് സ്വന്തമല്ലേ, നമ്മുടെ ചാപ്പാടല്ലേ, നമ്മുടെ വല്യാപ്പല്ലേ, നമ്മുടെ കൊച്ചാപ്പല്ലേ. അപ്പൊ അത് പറയുമ്പോ ശ്രദ്ധിക്കണം എല്ലാവരും. ഒന്നും നമുക്ക് സ്വന്തമല്ല. വല്യാപ്പ നിങ്ങളെ വേണ്ടെന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ അവസാനിച്ചു. മക്കാം ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ സംഭവമാണെന്ന് നിങ്ങൾ ആരും കരുതണ്ട. വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ അവസാനിച്ചു അല്ല. നോക്കൂ സഹോദരങ്ങളെ, വല്യാപ്പ നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എല്ലാം അവസാനിച്ചു എന്നാണ്. മഅദല്ലാ, എത്ര ഗൗരവമേറിയ ഗുരുതരമായ വാക്കുകളാണ് ഈ പറയുന്നത്. ഇതൊക്കെ റഹ്മാനായ റബ്ബ് അള്ളാഹുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ് ഇവർ സൃഷ്ടികളിലേക്ക് ചേർത്ത് പറയുന്നത്. സൂറത്തു ആലു ഇമ്രാനിലെ 160 അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇൻ യൻസുറുകുമുല്ലാഹു ഫലാ ഗാലിബ ലക്കും. അള്ളാഹു നിങ്ങളെ സഹായിച്ചാൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. വ ഇൻ യഖുദുൽകും ഫമൻ ദല്ലദീ യൻസുറുകും മിൻ ബഅദി. എന്നാൽ അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെ ആരുണ്ട് നിങ്ങളെ സഹായിക്കാൻ? അപ്പോൾ അള്ളാഹു ചോദിക്കുന്നത്, അള്ളാഹു നിങ്ങളെ കൈയൊഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കാരുണ്ട്? അലൈസല്ലാഹു ബികാഫിൻ അബ്ദ. അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അള്ളാഹു പോരെ? ഇതാണ് അള്ളാഹു ചോദിക്കുന്നത്. എന്നാൽ ഈ ആളുകൾ പറയുന്നത്, തൃശ്ശൂർ വരവൂരുള്ള ഒരു മസ്താൻ ഉപ്പാപ്പ നിങ്ങളെ വേണ്ടാന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം കഴിഞ്ഞു എന്നാണ്. ആരാണ് ഈ മസ്താൻ ഉപ്പാപ്പ? പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ സ്ഥാനം നൽകാൻ മാത്രം ഇങ്ങനെ ഓരോ നാടുകൾക്കും നമുക്കറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ ഹൈന്ദവർ, അവർക്ക് ഓരോ പ്രദേശങ്ങളിലും ഓരോ ദേവന്മാർ, ഓരോ ദേവിമാർ അവർ ആരാധിക്കുന്നുണ്ട്, ആരാധ്യന്മാരായി അവർ കാണുന്നുണ്ട്. ഓരോ നാടിനും ഓരോ പ്രദേശത്തിനും പ്രത്യേകം ദൈവങ്ങളാണ്. ഒരു നാട്ടിലുള്ള ദൈവത്തെ ഒരുപക്ഷെ മറ്റൊരു നാട്ടിലുള്ളവർക്കറിയില്ല. യു പിയിലോ അതേപോലെ തന്നെ മഹാരാഷ്ട്രയിലോ ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലോ ആരാധിക്കപ്പെടുന്ന ഒരുപാട് ദേവതകളുണ്ട്, ദേവന്മാരുണ്ട്. അവരെക്കുറിച്ച് കേരളത്തിലുള്ളവർക്കറിയില്ല. തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് വേറെയാണ്, മംഗലാപുരത്തുള്ള ആളുകൾക്ക് വേറെയാണ്. ക്രിസ്ത്യാനികളും ആ നിലക്ക് വിശ്വസിക്കുന്നുണ്ട്. അതേ വിശ്വാസം കടമെടുത്തുകൊണ്ടാണ് ഓരോ നാടുകളിലും ഓരോ മക്കാം, ആ മക്കാം കേന്ദ്രീകരിച്ച് ഓരോ ഔലിയ, ഓരോ തങ്ങളുപ്പാപ്പമാർ, ഓരോ വല്യപ്പമാർ, ഓരോ കൊച്ചാപ്പമാർ, അവരാണ് ആ നാടിനെ സംരക്ഷിക്കുന്നത്, ആ നാട്ടിലുള്ളവരെ സഹായിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന തികഞ്ഞ ബഹുദൈവത്വത്തിൻ്റെ വിശ്വാസം, ഷിർക്കിൻ്റെ വിശ്വാസം, ആ വിശ്വാസമാണ് ഈ ആളുകൾ പ്രചരിപ്പിക്കുന്നത്. മസ്താനുപ്പാപ്പയും സൃഷ്ടികളും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? നമുക്ക് ഭക്ഷണം നൽകുന്നത് ഇതേപോലെയുള്ള ആളുകളാണോ? വലിയകളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട് സൂറത്തുൽ ഫാത്തിറിലെ 40-ാമത്തെ ആയത്തിൽ, ഖുൽ അറഅയ്തും ശുറകാഅകുമുല്ലദീന തദ്ഉന മിൻ ദൂനില്ലാ അറൂനി മാദാ ഖലഖൂ മിനൽ അർദി അം ലഹും ശിർകുൻ ഫിസ് സമാവാത്ത്. അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, അവർ ഭൂമിയിൽ വല്ലതും സൃഷ്ടിച്ചിട്ടുണ്ടോ? നിങ്ങളതെനിക്കൊന്ന് കാണിച്ചു തരൂ. അതല്ല, ആകാശങ്ങളിൽ അവർക്ക് വല്ല പങ്കുമുണ്ടോ? മസ്താനുപ്പാപ്പ നിങ്ങളെ കൈയൊഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കാണെന്ന് പറയാൻ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചതിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഉപ്പാപ്പമാർക്ക്, വല്യുപ്പമാർക്ക് വല്ല പങ്കുമുണ്ടോ? നമുക്ക് ഭക്ഷണം നൽകുന്നത്, നമ്മളെ ജീവിപ്പിക്കുന്നത്, നമ്മളെ മരിപ്പിക്കുന്നത്, നമുക്ക് ജീവിതത്തിലെ മുഴുവൻ അനുഗ്രഹങ്ങളും നൽകുന്നത് ആരാണ്? അള്ളാഹുവാണ്. എന്നിരിക്കെ മരിച്ചുപോയ ഈ ആളുകൾക്ക് മനുഷ്യരുമായിട്ടുള്ള ആ നിലക്കുള്ള എന്ത് ബന്ധമാണ് അള്ളാഹു സ്ഥാപിച്ചിട്ടുള്ളത്? അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അള്ളാഹു നമുക്ക് അറിയിച്ചു തരികയില്ലേ? ഇന്ന പ്രദേശങ്ങളിൽ, ഓരോരോ നാടുകളിൽ അവിടെയുള്ള വലിയകളാണ് കാര്യങ്ങൾ നോക്കുന്നത്. നിങ്ങളുടെ സങ്കടങ്ങൾ അവരോടാണ് പറയേണ്ടത്. അവർ മരണപ്പെട്ടോ ജീവിച്ചിരിക്കുന്നുണ്ടോ എന്നത് നിങ്ങൾ നോക്കേണ്ടതില്ല എന്ന് അള്ളാഹു പഠിപ്പിക്കുകയില്ലേ? അള്ളാഹു പഠിപ്പിച്ചിട്ടില്ല, പ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് അതിനെതിരെ ശക്തമായി നിലകൊള്ളുകയാണ് പ്രവാചകന്മാർ ചെയ്തിട്ടുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതെന്താണ്? ഇമാം മുസ്ലിം അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ എന്നെ ഏൽപ്പിച്ച പണി അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തമസ്തഹു വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവ്വൈതഹു. മക്കയുടെ പരിപൂർണമായ അധികാരം പ്രവാചകന് ലഭിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, ചിത്രങ്ങളെ, രൂപങ്ങളെ മായ്ച്ചു കളയണം, അതേപോലെ തന്നെ ഉയർന്നു നിൽക്കുന്ന എല്ലാ ഖബറുകളെയും നേരെയാക്കണമെന്നാണ്. ഖബറുകൾ കെട്ടി ഉയർത്തരുത്, മക്കാമുണ്ടാക്കരുത്, ജാറമുണ്ടാക്കരുത്, അവിടെ കുബ്ബയുണ്ടാക്കരുത്, അവിടെ നേർച്ചകളോ ഉറൂസുകളോ അർപ്പിക്കരുത്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ച കാര്യമാണ്. യഹൂദ ക്രൈസ്തവരുടെ പാരമ്പര്യമാണത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്.
ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഉലൈക ഖൗമുൻ ഇദാ മാത ഫീഹിമുൽ അബ്ദു സ്വാലിഹ് അവി റജുലു സ്വാലിഹ് ബനു അലാ ഖബ്രിഹി മസ്ജിദ വസവ്വറു ഫീഹി തിൽക സുവർ ഉലൈക ശറാറുൽ ഖൽഖി ഇൻദല്ലാഹ്. ഒരു സ്വാലിഹായ ആൾ മരണപ്പെട്ടാൽ ആ വ്യക്തിയുടെ ഖബറിൻ്റെ മേലെ അവർ പള്ളി ഉണ്ടാക്കുന്നു, അവിടെ ആരാധനകൾ അർപ്പിക്കുന്നു. സൃഷ്ടികളിൽ ഏറ്റവും മോശക്കാർ അവരാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ജാറങ്ങൾ കെട്ടിയുയർത്തലും മസ്ജിദുകളോട് അത് ചേർക്കപ്പെടലും അവിടെ ആരാധനകൾ നിർവഹിക്കലും അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കലും അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി നേർച്ചയാക്കലും അത്തരം നേർച്ചകളും ഉറൂസുകളുമൊക്കെ അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ കഴിക്കുക എന്നൊക്കെ പറയുന്നത് ശുദ്ധമായ ശിർക്കിൻ്റെ പ്രവർത്തനമാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ വളണ്ടിയർമാരായ ആളുകളെക്കുറിച്ച്, ചെമ്പ് കൊണ്ടുപോകുന്നവരെക്കുറിച്ച്, ബിരിയാണി വെച്ചവരെക്കുറിച്ച്, അവരൊക്കെ എന്തോ വലിയ ത്യാഗങ്ങളാണ് ചെയ്യുന്നത് എന്നുള്ള നിലക്കാണ് അവതരിപ്പിക്കുന്നത്. യഥാർത്ഥത്തിൽ ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിൽക്കുന്ന അത്തരം പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്ന പണിയാണ് അവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു അല്ലാത്തവർക്ക് ഒരിക്കലും നേർച്ചയാക്കാൻ പാടില്ല. ഇത്തരം ഉത്സവങ്ങളും ഉറൂസുകളും ഒക്കെ തന്നെ ഇതര മതങ്ങളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ചെയ്യുകയാണ്. അവർ അവരുടെ അമ്പലങ്ങളിൽ ഇതര ദൈവങ്ങളെ ആരാധിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തുന്ന ഉത്സവങ്ങൾ പോലെ ഇതേപോലെയുള്ള വല്യപ്പമാരെയും മറ്റും അവർക്ക് നേർച്ചയാക്കാനും അവരോട് പ്രാർത്ഥിക്കുവാനും അതേപോലെ കോപ്പിയടിച്ച് ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ് ഈ ഉറൂസുകളും നേർച്ചകളും ഒക്കെ തന്നെ. നിങ്ങൾ ശ്രദ്ധിക്കുക, അബൂദാവൂദ് റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു വ്യക്തി അദ്ദേഹം നബിയോട് വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലേ, ഇന്നി നദർതു അൻ അൻഹറ ഇബ്ലൻ ബിബുവാന. ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഞാനൊരു ഒട്ടകത്തെ അറക്കാൻ നേർച്ചയാക്കിയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചത്, ഹൽക്കാന ഫീഹ വസനും മിൻ ഔസാനിൽ ജാഹിലിയ്യത്തി യുഅ്ബദു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ട വല്ല വിഗ്രഹങ്ങളും ആരാധിക്കപ്പെട്ട സ്ഥലമാണോ അത്? അദ്ദേഹം പറഞ്ഞു അല്ല. അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു അല്ല. വീണ്ടും റസൂലുള്ള ചോദിച്ചു, ഹൽക്കാന ഫീഹ ഈദുൻ മിൻ അയാദിഹിം. അവരുടെ ഏതെങ്കിലും ആഘോഷങ്ങൾ, ഉത്സവങ്ങൾ നടന്ന സ്ഥലമാണോ? അപ്പോഴും പറഞ്ഞു അല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ നിന്റെ നേർച്ച നീ നിറവേറ്റിക്കോ. അള്ളാഹുവിനുള്ള നേർച്ച പോലും അള്ളാഹു അല്ലാത്തവർ ആരാധിക്കപ്പെട്ട സ്ഥലത്തോ അതിൻ്റെ ഭാഗമായി ഉത്സവങ്ങൾ നടന്ന സ്ഥലത്തോ വെച്ച് ചെയ്യാൻ പാടില്ല എന്നാണ്. എന്നാൽ അള്ളാഹുവിനുള്ള നേർച്ച പോലും അത്തരമൊരു സാഹചര്യത്തിൽ പാടില്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവർക്കുള്ള നേർച്ചകൾക്ക് വേണ്ടി ഇതേപോലെയുള്ള ഉത്സവങ്ങളും ഉറൂസുകളും നടത്തുന്നത് എത്രമാത്രം ഗൗരവമേറിയ വിഷയമാണ് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ശ്രദ്ധിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രഭാഷകന്മാരെ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാൻ ലയഅകുലൂന അംവാലൻ നാസി ബിൽ ബാത്തിലി വയസുദ്ദൂന അൻ സബീലില്ലാഹ്. പണ്ഡിത പുരോഹിതന്മാരിൽ വലിയൊരു വിഭാഗം അവർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുകയും ശരിയായ മതത്തിൽ നിന്ന്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് അവർ ജനങ്ങളെ തടയുകയും ചെയ്യുന്നു. ഇതേപോലെയുള്ള ആളുകൾ, അവർക്ക് പ്രഭാഷണത്തിന് നിങ്ങൾക്ക് അവരുടെ വേദി കിട്ടണമെങ്കിൽ, അവരെ ലഭിക്കണമെങ്കിൽ, അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരുപാട് പണം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ആളുകളാണ് ഇത്തരത്തിലുള്ള ആളുകൾ. അതേ സന്ദർഭത്തിൽ നിങ്ങൾ അത്രയും പണം ചെലവഴിച്ചുകൊണ്ട് ഇവരെ നിങ്ങൾ പ്രഭാഷണത്തിന് വേണ്ടി വിളിക്കുമ്പോൾ, ഹംദും സ്വലാത്തും പറഞ്ഞ് ആയത്തും ഹദീസും പറഞ്ഞ് കഥകൾ പറഞ്ഞ് ഇവർ പ്രസംഗിക്കുമ്പോൾ അവർ യഥാർത്ഥ ദീനല്ലേ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടത്? എന്നാൽ അതിനു പകരം ഇസ്ലാം കടുത്ത ഭാഷയിൽ വിലക്കിയിട്ടുള്ള ശുദ്ധമായ ഷിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും ഖുറാഫാത്തുകളിലേക്കുമാണ് ഇവർ ക്ഷണിക്കുന്നത്. നിങ്ങളുടെ പണം അവർ സ്വീകരിക്കുന്നു, പകരം അവർ നിങ്ങൾക്ക് നൽകുന്നത് ശുദ്ധമായ ഖുറാഫാത്തും ഷിർക്കിൻ്റെയും ആശയങ്ങളാണ്. അതുകൊണ്ട് വിഷയത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഷിർക്കിലേക്കുള്ള വിളികളെ സംബന്ധിച്ച് ജാഗ്രത പാലിച്ചുകൊണ്ട് ശരിയായ തൗഹീദ് മനസ്സിലാക്കി അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരായി നാം ഓരോരുത്തരും മാറുക. അള്ളാഹു അല്ലാത്ത ഒരാൾക്കും പ്രാർത്ഥന കേൾക്കാനോ നമ്മുടെ സങ്കടങ്ങൾക്ക് പരിഹാരം നൽകാനോ സാധ്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയുക. ഇസ്ലാമിലെ യഥാർത്ഥ തൗഹീദ് എന്താണ് എന്ന് തിരിച്ചറിയുക. ഷിർക്കിൻ്റെ ഗൗരവവും ഷിർക്കിൻ്റെ വഴികളും എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.